പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റൊരു കിടിലം വീടുമായിട്ട് ഞങ്ങൾ ഇന്ന് വന്ന് നിൽക്കുന്നത് തൊടുപുഴയിലാണ്. എൻ്റെ പുറകിൽ കാണുന്ന ഒരു സിംഗിൾ സ്റ്റോറി സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന എലവേഷനും അടിപൊളി ഇൻറ്റീരിയറൊക്കെ ഉൾപ്പെടുന്ന ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് പേജ് 1 ആർക്കിടെക്ട്സ് ആണ്. ഈ ഒരു വീടിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശരിക്കും ഈ ഒരു വീഡിയോ ഒരു ഹോം ടൂർ ആയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല. അറ്റാച്ച്ഡ് ബാൽക്കണികൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ആംബിയൻസ് കണ്ട സമയത്ത് വീടിൻ്റെ ഓവറോൾ ഔട്ട്ലുക്ക് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു പ്ലോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പല തട്ടുകളിലായിട്ട് നിൽക്കുന്ന ഒരു പ്ലോട്ടായിരുന്നു ഇത്. ആ ഒരു ഭാഗത്ത് കുറച്ച് എലിവേറ്റഡ് ആയിട്ടും ഈ ഒരു ഭാഗത്ത് കുറച്ചൊരു ഡൗൺഫോൾ ആയിട്ടുമാണ് ഈ ഒരു പ്ലോട്ട് നിൽക്കുന്നത്. സോ ഈ ഒരു ടോപ്പോഗ്രഫി അതേപോലെ നിലനിർത്തിക്കൊണ്ട് ഒരു ബേസ്മെൻറ്റ് ഫ്ലോർ അടക്കമാണ് ഈ ഒരു വീടിൻ്റെ സ്പേസ് പ്ലാനിങ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുള്ള പ്ലാനിങ് ആണ്. വീടിൻ്റെ എലവേഷനിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എലവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മോഡേൺ മിനിമൽ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു എലവേഷൻ. അത് തന്നെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രേ പ്ലസ് ടെറാക്കോട്ട കളർ കോമ്പിനേഷനാണ് ഇവിടെ എലവേഷന് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ മുറ്റത്താണ്. നല്ല ഭംഗിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന ഒരു വീടാണത്. ഈ ഭാഗത്താണ് കാർ പോർച്ച് ഏരിയ വരുന്നത്. കാർ പോർച്ചിൻ്റെ റൂഫിങ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഹൈലൈറ്റ് ആവുന്നത് ഈ ഒരു കാർ പോർച്ചിൻ്റെ റൂഫിൻ്റെ സ്റ്റൈലാണ്. അല്പം വ്യത്യസ്തമായിട്ടുള്ളൊരു റൂഫിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു പ്ലാന്റ് നൽകിയിരിക്കുന്നു സിറ്റ് ഔട്ടിനോട് ചേർന്ന് തന്നെ. ഈ ഭാഗത്താണ് സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ സിറ്റ് ഔട്ടിലാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ആട്ടോ നൽകിയിരിക്കുന്നത്. കയറി വരുന്ന ഭാഗത്തു നിന്ന് കുറച്ചും കൂടെ മാറിയിട്ട് ഈ ഭാഗത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടും നല്ല ഭംഗിയുള്ളൊരു ഇമ്പോർട്ടഡ് ഫേർണിച്ചർ നൽകിയിട്ടുണ്ട്. എന്ത് രസമായിട്ടാണ് ഈ ഒരു സെൻറ്റർ ടേബിൾ കോഫി ടേബിൾ ചെയ്തിരിക്കുന്നത് നോക്കി. അത്യാവശ്യം നല്ല സൈസും ഇതിന് നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് ഡോർ വരുന്നത് ഈ ഭാഗത്താണ്. ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല മോഡേൺ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു ഫ്രണ്ട് ഡോറാണ്. നമുക്ക് അകത്ത് കയറിയിട്ടൊന്ന് കാണാം. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി വരുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. തൊട്ടടുത്ത് തന്നെയാണ് ലിവിങ് റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലിവിങ് റൂം നമുക്കൊന്ന് കാണാം. സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് ആണ്. വലിയ ഓപ്പണിങ്സ്, വലിയ ഫുൾ ഹൈറ്റ് വിൻഡോസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല രീതിയിൽ നാച്ചുറൽ ലൈറ്റ് ഇതിനകത്തേക്ക് വരുന്നു. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് നോക്കൂ, ടെക്സ്ചർ ഫിനിഷ്ഡ് ആയിട്ടുള്ള സീലിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ എലവേഷനിൽ നിന്ന് തന്നെ കാണുന്ന രീതിയിൽ ഒരു ഫുൾ വിൻഡോയാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഡോർ കം സ്ലൈഡിംഗ് ആണ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫോയർ സ്പേസിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഭാഗത്താണ് ഡൈനിങ് സ്പേസ് നൽകിയിരിക്കുന്നത്. ഇതൊരു കോമൺ ഹാളായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഫാമിലി ലിവിങ് സ്പേസ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഇവിടെയാണ് ഡൈനിങ് ടേബിൾ സെറ്റ് നൽകിയിരിക്കുന്നത്. എത്ര സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കോമൺ ഹാളാണ് നൽകിയിരിക്കുന്നത് നോക്കൂ. നല്ല രീതിയിൽ നടക്കാനുള്ള പാസേജ് വേ ഒക്കെ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു സെൻട്രൽ കോർട്ട്യാർഡ് നൽകിയിട്ടുണ്ട്. ഒരു പോണ്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനുള്ള ഒരു ആംബിയൻസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ ആയിട്ടുള്ളൊരു വീടാണിത്. മുകളിൽ റൂഫിനെ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് നാച്ചുറൽ ലൈറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇതേപോലെ ഒരു പാറ്റിയോ സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നു. സ്ലൈഡിങ് കം ഫോൾഡിങ് ഡോറുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് സ്ലൈഡും ചെയ്യാം, ഫോൾഡ് ചെയ്ത് മടക്കി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാറ്റിയോ സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതുപോലത്തെ വലിയ ഓപ്പണിംഗ് ഡോറുകളും വിൻഡോകളൊക്കെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം. ഇത്രയും വലിയ ഓപ്പണിംഗ് വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ നൽകുന്ന ബീമിന് മതിയായ സ്ട്രെങ്ത് ഉണ്ടോ, സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് എൻഷുർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ഓപ്പണിങ്ങുകൾ നൽകുന്ന സമയത്ത് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ സഹായം തേടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സേഫ്റ്റിക്കും ഒരുപാട് കാലം നമുക്ക് ലഭിക്കുന്ന സർവീസബിലിറ്റിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് നമ്മുടെയൊക്കെ പ്രശ്നം എന്താണ്, അതിൽ നിന്ന് മറ്റുള്ള ആളുകൾ ഈ ഒരു ഗ്ലാസ് ബ്രേക്ക് ചെയ്തിട്ട് അകത്തേക്ക് വരുമോ എന്നുള്ളൊരു സേഫ്റ്റി കൺസേൺ നമുക്കുണ്ടാവും. നമ്മുടെ ഒരു പ്രൈവസി നഷ്ടപ്പെടുമോ എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ഇന്ന് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. ഈ വീട്ടിൽ തന്നെ അങ്ങനെ ഒരുപാട് സൊല്യൂഷൻസും സേഫ്റ്റി കൺസേണും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇത് ആക്ച്വലി ഒരു ബേസ്മെൻറ്റ് ഫ്ലോർ കൂടെ അടിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫലത്തിൽ ഈ ഒരു പാഷ്യോ സ്പേസ് ഒരു ഫ്ലോർ ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടൊരു ഓപ്പൺ പാറ്റിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
നേരെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഫോയർ സ്പേസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പുകളാണ് ഈ നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ടൈലുകൾ നൽകിയിരിക്കുന്നു. ഇങ്ങനെ നേരെ കടന്നു പോകുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ്. അവിടുന്ന് വീണ്ടും ഡൗൺ സ്റ്റെയർസ് ഉണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു സ്പേസ് പ്ലാനിങ് ആട്ടോ. പേജ് 1 ആർക്കിടെക്ട്സ് ആണ് ഈ വീടിൻ്റെ പ്ലാനിങ്ങും ഡിസൈനും ഒക്കെ ചെയ്തെന്നുള്ള കാര്യം തുടക്കത്തിലേ ഞാൻ പറഞ്ഞു. അവരുടെ സർവീസ് ആവശ്യമുള്ള ആളുകൾക്ക് അവരുടെ ഡീറ്റെയിൽസുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ടാവും. സോ നമ്മൾ നേരെ വന്നാൽ ഇതൊരു ബെഡ്റൂമാണ്. ബെഡ്റൂം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. ബെഡ്റൂമിനകത്തേക്ക് വരികയാണെങ്കിൽ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. വാർഡ്രോബ് സ്പേസ് ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലൂട്ടഡ് ഗ്ലാസും വുഡൻ കോമ്പിനേഷനുമാണ് വാർഡ്രോബിന് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് കട്ടിൽ വരുന്നത്. കിങ് സൈസിൽ വരുന്നൊരു കോട്ടാണ്. വാള് മുഴുവനായിട്ട് കുഷൻ കവർ ചെയ്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തും ഇതേപോലെ വാൾ ലൈറ്റ് നൽകിയിരിക്കുന്നു. സൈഡ് ടേബിളിൻ്റെ ഡിസൈൻ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ടേബിളാണ് നൽകിയിരിക്കുന്നത്. വിൻഡോസ് ഒക്കെ നമുക്ക് വലിയ വിൻഡോസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ എല്ലാ ഭാഗത്തും വലിയ ഓപ്പണിങ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് കാണാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ വിഷയം നമ്മളിത് ഇത്തരത്തിലുള്ള വലിയ ഓപ്പണിങ്സ് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഈ ഒരു വിൻഡോനെ പറയാം ഫോൾഡിങ് കം സ്ലൈഡിങ് എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യാൻ വേണം, സ്ലൈഡ് ചെയ്യാൻ വേണം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. അതിനൊരു സേഫ്റ്റി മെഷറായിട്ടൊരു റോളിംഗ് ഷട്ടർ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഷട്ടർ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഷട്ടർ കൊടുക്കേണ്ടത്, ഷട്ടറിൻ്റെ ഏതൊക്കെ ടൈപ്പ് അവൈലബിൾ ആണ്, ഇതൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം. ഇതുപോലത്തെ ബാൽക്കണികൾ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് പെട്ടെന്ന് പറയാം. ഒന്നാമത്തത് ഈ ഒരു മെക്കാനിസം നല്ല കമ്പനിയുടെ മെക്കാനിസം മേടിക്കുക. ഈ സ്ലൈഡിംഗ് ഫോൾഡിംഗ് മെക്കാനിസം നല്ല കമ്പനിയിൽ നിന്ന് മേടിക്കുക. രണ്ടാമത്തത് നിങ്ങളിവിടെ കൊടുക്കുന്ന സ്പേസ് 1.2 മീറ്ററിനും കൂടുതലുള്ള വിഡ്ത്താണ് ഈ ഒരു ഭാഗത്ത് നൽകുന്നതെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറെ കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക. മൂന്നാമത്തത് അഡിക്വറ്റ് ആയിട്ടുള്ള ഇതുപോലെ ആവശ്യമായിട്ടുള്ള ഹാൻഡ് റെയിൽ സിസ്റ്റം കൊടുക്കുക. അതായത് നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സേഫ്റ്റി കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഹാൻഡ് റെയിലുകൾ കൊടുക്കുക. നാലാമത്തത് നിങ്ങൾക്ക് സേഫ്റ്റി കൺസേൺസ് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള റോളിംഗ് ഷട്ടേഴ്സ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു റോളിംഗ് ഷട്ടർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രൈവസിയെ സേഫ്റ്റിയൊക്കെ ഒന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള റോളിംഗ് ഷട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള റോളിംഗ് ഷട്ടറിൽ നമുക്ക് ഒരുപാട് ക്വാളിറ്റി മെഷർമെൻറ്റ്സുകൾ പറയാൻ സാധിക്കും. ഇതുപോലുള്ള റിമോട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക. ഏതൊരു കൊച്ചു കുട്ടികൾക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് റിമോട്ട് വരിക. ഒരു അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. നമ്മൾ അപ്പ് ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഷട്ടർ മുകളിലേക്കും അതേപോലെ ഡൗൺ ഞെക്കിയാൽ ഷട്ടർ താഴോട്ടും വരുന്ന രീതിയിൽ ഈസി ആയിട്ടുള്ള ഓപ്പറേഷനാണ് വരുന്നത്. അപ്പോൾ ഇതിനെയാണ് ഈ ഒരു ഷട്ടറിൻ്റെ പെർഫറേറ്റഡ് ഷീറ്റ് എന്ന് പറയുക. ആക്ച്വലി ഈ ഒരു ഷീറ്റ് വരുന്നത് അലൂസിങ്ക് എന്ന് പറയുന്നൊരു മെറ്റീരിയലാണ്. ഇതിൽ വരുന്ന ഹോളുകൾ പല കമ്പനിയിൽ പല മോഡലിൽ പല പാറ്റേണിൽ നമുക്കിത് അവൈലബിൾ ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏറ്റവും ചെറിയ സൈസിലുള്ള ഹോളുകളാണ്. ഇതിൻ്റെ വലിയ ഹോളുകൾ വേറെ പാറ്റേണുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രീതിയിലൊക്കെ നമുക്ക് ഷട്ടറുകൾ ചെയ്യാം. നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ചും നിങ്ങളുടെ കളറിനനുസരിച്ചും ഏത് കളറിൽ വേണമെങ്കിലും ഈ കാണുന്ന ഏത് പാറ്റേണിൽ വേണമെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള റോളിംഗ് ഷട്ടേഴ്സ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സൈറ്റിൽ റോളിംഗ് ഷട്ടർ ചെയ്തിരിക്കുന്നത് ചെമ്മണ്ണൂർ മെറ്റൽസ് എന്ന് പറയുന്ന ടീമാണ്. അവർ ഈ ഒരു ഷട്ടേഴ്സ് അതേപോലെ ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയിൽ 50 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. പുതിയ ടെക്നോളജികൾ വരുന്ന സമയത്ത് ഏറ്റവും പുതിയ ടെക്നോളജികൾ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമുമാണ്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി മെഷീൻസും ഹൈ ക്വാളിറ്റി എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു റോളിംഗ് ഷട്ടേഴ്സിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 1 by 1 ക്വാളിറ്റി മെഷേഴ്സ് നമുക്കൊന്ന് കാണാം. റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾക്ക് നമ്മളൊരു ഷട്ടർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിലാണ് ഷട്ടർ ഇൻസ്റ്റാളേഷൻ നടത്തുക. ഇതിൻ്റെ ബാക്കി കുറച്ചുകൂടെ വർക്കുകൾ ചെയ്യാനുണ്ട്. ഇതെപ്പോഴാണ് ചെയ്യുക? നമ്മളുടെ ഇൻറ്റീരിയറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിനൊരു കവർ നൽകേണ്ടതുണ്ട്. ആ ഒരു കവർ നൽകാനുള്ള സൂപ്പർവിഷൻസ് ഒക്കെ ഷട്ടർ നൽകുന്ന കമ്പനീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. നമ്മുടെ വീടിൻ്റെ പ്ലാസ്റ്ററിങ് സ്റ്റേജ് ആവുന്ന സമയത്താണ് ഇതുപോലത്തെ ഒരു ഷട്ടർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ടീമിനെ നിങ്ങൾ ബന്ധപ്പെടേണ്ടത്. കാരണം അവർക്ക് ആ സൈറ്റ് വന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണ് ഇലക്ട്രിക്കൽ പോയിന്റുകൾ ആവശ്യമായിട്ടുള്ളത്, എത്ര സ്പേസ് ആണ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കണക്കാക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള സൂപ്പർവിഷനും കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീടിൻ്റെ വയറിംഗ് വർക്കുകൾക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ ഷട്ടറിങ് ടീമിനെ കോൺടാക്റ്റ് ചെയ്യേണ്ടതുണ്ട്. നല്ല കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കിത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു നല്ല ഷട്ടറിങ് ടീമിനെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അവർക്ക് ഇതിലുള്ള എക്സ്പെർട്ടൈസ്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് അവർക്ക് ഈ ഒരു ഫീൽഡിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അവരുടെ മോഡേൺ ടെക്നോളജികൾ, ഇപ്പോൾ അവരുടെ കയ്യിലുള്ള ടെക്നോളജി എത്രത്തോളം മോഡേൺ ആണെന്നുള്ള കാര്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അവരുടെ കയ്യിലുള്ള മോട്ടറിൻ്റെ വാറണ്ടി അല്ലെങ്കിൽ മോട്ടറിൻ്റെ കപ്പാസിറ്റി ഇത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അതുപോലെ ആ ഒരു യെല്ലോ പോർഷൻ കണ്ടോ, അത് ആക്ച്വലി നൈലോൺ ഫാബ്രിക് ആണ്. ഈ ഒരു നൈലോൺ ഫാബ്രിക് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്മൂത്ത് ആയിട്ട് ഇതിൻ്റെ ഒരു റോളിങ് നടക്കാൻ വേണ്ടിയിട്ടും ഓയിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു ഷട്ടർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നൈലോൺ ഫാബ്രിക് യൂസ് ചെയ്യുന്നത്. രണ്ട് സൈഡിലും ഈ നൈലോൺ ഫാബ്രിക് നമുക്ക് കാണാൻ സാധിക്കും.
ഇതിൻ്റെ ബോട്ടം പോർഷനിൽ ഇതേപോലൊരു റബ്ബർ ബുഷ് നൽകിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട് കേട്ടോ. ഒന്ന്, ഷട്ടർ പോയി താഴെ ഫ്ലോറിൽ മുട്ടുന്ന സമയത്ത് ശബ്ദമൊന്നും കേൾക്കില്ല റബ്ബർ ബുഷ് ആയതുകൊണ്ട്. മാത്രമല്ല ഒരു മൈന്യൂട്ട് ഹോൾ പോലും ഇല്ലാതെ നല്ല സീൽഡ് ആയിട്ട് എയർ ടൈറ്റ് ആയിട്ട് ഗ്രൗണ്ടിൽ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബുഷ് സഹായിക്കും. ഇപ്പോൾ ചെറിയ ചെറിയ പ്രാണികളൊന്നും വീടിനകത്തേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റബ്ബർ ബുഷ് ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഇത് യൂസ് ചെയ്തിട്ടുള്ള ഹൗസ് ഓണർ അവരുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ചെമ്മണ്ണൂർ മെറ്റൽസിനെ കുറിച്ചുള്ള അവരുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ള കാര്യം നമുക്കൊന്ന് നേരിട്ട് ചോദിച്ചു നോക്കാം. വീടിൻ്റെ ഹൗസ് ഓണർ അബ്രഹാം സാറ് നമ്മളോടൊപ്പം ഉണ്ട്. സാറേ, ഷട്ടർ വെച്ച സമയത്ത് റിക്വയർമെൻറ്റുകളൊക്കെ മീറ്റ് ആയോ? എല്ലാം മീറ്റ് ചെയ്തു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ ആക്ച്വലി ഓൺലൈൻ സെർച്ച് ചെയ്താണ് കണ്ടുപിടിച്ചത് വരെ. അപ്പം കോൺടാക്ട് ചെയ്തു, അവരപ്പോൾ തന്നെ കോട്ട് തന്നു. ആൾ വന്ന് മെഷർമെൻറ്റ് എടുക്കാൻ ആൾ വന്നു. എല്ലാം വളരെ കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ 2 റോളിംഗ് ഷട്ടേഴ്സാണ് വെച്ചിരിക്കുന്നത്. റൈറ്റ്. അപ്പം നമ്മൾ യൂസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു കൺവീനിയൻസ് ഒക്കെ ഓക്കെ ആണോ എന്നുള്ളതൊക്കെ? എല്ലാം നല്ലതാണ്, ഒരു കുഴപ്പമില്ല, എല്ലാം നല്ലതാണ്. നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടാണ്. കുഴപ്പമൊന്നുമില്ല. കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ സ്ഥാപനമാണ് ഈ വീട്ടിൽ ഷട്ടർ ഓട്ടോമേഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എത്ര വർഷമായിട്ട് ഫീൽഡിലുണ്ടെന്നുള്ള കാര്യം ഒന്ന് പറയുമോ? ഞങ്ങളൊരു 50 വർഷത്തിന് മേലായിട്ട് ഞങ്ങൾ ഈ ഫീൽഡിലുണ്ട്. 50 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ബ്രാൻഡ് നെയിമും ചെയ്യുന്ന സർവീസുകളൊക്കെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ കമ്പനിയുടെ പേര് ചെമ്മണ്ണൂർ മെറ്റൽസ് എന്നാണ്. നമ്മുടെ സ്ഥാപനം മാനുഫാക്ചറിങ് യൂണിറ്റിലുള്ളത് ഗുരുവായൂരാണ്. നമ്മൾ ഓട്ടോമാറ്റിക് ഷട്ടേഴ്സ്, റിമോട്ട് ഗേറ്റ്സ്, അതുപോലെ തന്നെ സ്കൈ റൂഫ് ഓട്ടോമേഷൻസ്, അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട്സും നമ്മൾ ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയാണുള്ളത് അല്ലേ? വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രൊജക്ട്, ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ആണിത്. നല്ല ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പും എലിവേഷനും നല്ലൊരു ഇന്റീരിയർ ആംബിയൻസും ഒക്കെ ഉള്ള ഈ ഒരു പ്രൊജക്റ്റിലാണ് ഇവിടെ 2 റൂമുകളിൽ ഇവിടെ ഇതേപോലെ ഷട്ടർ ഓട്ടോമേഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെയ്ത പ്രൊഡക്റ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഷട്ടേഴ്സിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇവിടെ നിങ്ങൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും. എന്തൊക്കെയാണ് ആ ഒരു സ്പെഷ്യാലിറ്റീസ് എന്നുള്ള കാര്യം നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയുമോ? നമ്മുടെ ഷട്ടേഴ്സ് മൈക്രോ നാനോ CNC പഞ്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ ഹോൾസ് ഉള്ള ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി തരുന്ന മൈക്രോ നാനോ CNC പഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ചെറിയ ചെറിയ ഹോളുകളുടെ സൈസ് വളരെ ചെറുതായിരിക്കും. സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന 4 mm 3 mm എബോവ് ആയിരിക്കും. നമ്മുടെ 2.5 mm ആയിരിക്കും നമ്മുടെ 2.5 mm കൂടി. അത് വളരെ അടുപ്പിച്ചായതുകൊണ്ട് കാണാൻ നല്ല എലഗന്റ് ആണ്. അതുപോലെ തന്നെ അതിന്റെ വിസിബിലിറ്റി സാധാരണ ഫ്രഷ്നെസ്സുകളും കൂടുതൽ നമുക്ക് കൊടുക്കുന്നുണ്ട്. അതായത് മുറിക്കകത്തിരുന്നാൽ ഔട്ട്സൈഡുള്ള കാഴ്ചകൾ കൂടുതൽ വിസിബിൾ ആവും എന്നുള്ളതാണ് കാണാം. നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ എന്താ? വീട്ടിനകത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഇഴജന്തുക്കൾ, ഇൻസെക്ട്സുകൾ എന്തെങ്കിലും വരുമോ എന്നുള്ളത്. പല്ലിയോ പഴുതാരയോ ഇനിയൊരു പാമ്പ് തന്നെ വീട്ടിലേക്ക് കയറി വരുമോ എന്നൊക്കെയുള്ള പേടി നമുക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നന്നായിട്ട് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ആളുകൾ ഇങ്ങനെ പറയും, പാമ്പ് വരും, അല്ലെങ്കിൽ മറ്റ് ജന്തുക്കൾ വരും, ഇഴജന്തുക്കൾ വരും. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ ഇതിൽ എന്ത് സേഫ്റ്റി മെഷേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്? നമ്മൾ സൈഡ് ട്രാക്കിൽ നേരത്തെ പറഞ്ഞ പോലെ റബ്ബർ സീൽസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഷട്ടറിൻ്റെ സ്ക്രീനിൽ എയർ ടൈറ്റ് ആയിട്ട് നിർത്താൻ അത് സൈഡ് ട്രാക്കിലുള്ള റബ്ബർ സീൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 2 സൈഡിൽ സീൽഡ് ആണ്. അതുപോലെ തന്നെ ബോട്ടം പ്ലേറ്റിൽ നമ്മൾ റബ്ബർ സീൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എയർ ടൈറ്റ് ആയിട്ട് അവിടെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ലോങ് ലാസ്റ്റിംഗ് ആണ്, വെതർ പ്രൂഫ് ആണ്. ഇറ്റാലിയൻ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള റബ്ബർ സീൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് പുറമെ നമ്മൾ സ്ക്രീനിന്റെ സൈഡിൽ ഗ്രീസിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നൈലോൺ സ്ട്രിപ്പും അതുപോലെ തന്നെ എൻഡ് ക്യാപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഷട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ റെഗുലർ ആയിട്ട് നമ്മൾ സൈഡിൽ ഗ്രീസ് ഒന്നും ഒഴിച്ചു കൊടുക്കണം? അങ്ങനെ വേണ്ട. നമ്മൾ ഒരു 15 വർഷം സീറോ മെയിൻ്റനൻസ് കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും വെച്ച് കഴിഞ്ഞാൽ 15 വർഷത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതാണ്. അതായത് ഇടയ്ക്ക് നിങ്ങൾ ഷട്ടറിൽ ഗ്രീസ് ഒഴിച്ചു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ വന്ന് ഈ ഒരു ഗ്രീസിൽ പിടിച്ച് പിന്നെ കർട്ടനിലൊന്ന് ഉരച്ച് വീടിന്റെ ഇന്റീരിയർ നശിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇനി ഉണ്ടാവില്ല. നിങ്ങൾ എന്താ കൊടുത്തിരിക്കുന്നത്? അവിടെ നൈലോൺ സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പുതിയൊരു പ്രോഡക്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. അതേപോലെ തന്നെ നമുക്ക് ചോദിക്കാനുള്ള വേറൊരു വിഷയമാണ് ഈ മോട്ടറിന്റെ കപ്പാസിറ്റിയെ കുറിച്ച്. ഈ മോട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വെയിറ്റ്, ടോട്ടൽ വെയിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്ന മോട്ടർ വർക്ക് ചെയ്യുക അല്ലേ? തീർച്ചയായിട്ടും. ഇത് നമുക്ക് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം? റിമോട്ടിൽ കൺട്രോൾ ചെയ്യാം, അതേപോലെ സ്വിച്ചിൽ വർക്ക് ചെയ്യാം. മാനുവൽ ഓവർ ഡ്രൈവ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ ഇൻവെർട്ടറിൽ സപ്പോർട്ട് ആയിട്ട് വർക്ക് ചെയ്യും. ഇൻവെർട്ടറിൽ സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യും. അതുകൂടാതെ നമുക്ക് വൈഫൈ മോഡ് വെച്ചിട്ട് നമ്മുടെ മൊബൈൽ ആപ്പ് വെച്ചിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ മെഷീൻസേ അത് പല ഗ്രേഡിലൊക്കെ പല ക്വാളിറ്റിയിലൊക്കെ മെഷീൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് 2000 കിലോ വരെ കപ്പാസിറ്റി ഉള്ള മോട്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഹൈ ഗ്രേഡുള്ള കപ്പാസിറ്റിയുള്ള മോട്ടേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ സീറോ മെയിൻ്റനൻസ് കൺസെപ്റ്റിലേക്ക് കൊണ്ടുവെത്തിക്കാൻ പറ്റുന്നത്. യെസ്, അതായത് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നമ്മൾ വെക്കുന്ന സമയത്ത് മെയിൻ്റനൻസ് അത്രയും നമുക്ക് കുറഞ്ഞു കിട്ടും. കുറച്ച് കാശ് കൂടുതലാണെങ്കിലും കുറച്ചും കൂടി നല്ല ക്വാളിറ്റി മോട്ടേഴ്സ് ചെയ്യുകയാണെങ്കിൽ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. യെസ്.
ഇതിൽ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇപ്പം ഓരോരുത്തരുടെയും റിക്വയർമെന്റ് ഡിഫറെന്റ് ആയിരിക്കും, ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളായിരിക്കും വരും. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് വീടിനകത്തേക്ക് ഇൻസെറ്റ്സുകൾ ഒന്നും കയറാത്ത രീതിയിലുള്ളതായിരിക്കും വേണ്ടി വരിക. തീർച്ചയായും ചില ആളുകൾക്ക് ഷട്ടർ താഴ്ത്തിയിരിക്കണം, എന്നാലും വെളിയിലുള്ള കാറ്റൊക്കെ നല്ലപോലെ വീടിനകത്തേക്ക് വരണം എന്നുള്ളതായിരിക്കും. ചില ആളുകൾക്ക് വളരെ വൈഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആയിരിക്കും ഉണ്ടാവുക, അവിടെ നമുക്ക് ഷട്ടർ കൊണ്ടുവെക്കേണ്ടതായിട്ട് വരും. ഇതിന് സൈസ് ലിമിറ്റേഷൻസ് എന്തെങ്കിലും നിങ്ങൾ പറയുന്നുണ്ട്? നമുക്ക് സൈസ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞ സംഭവമില്ല. നമ്മൾ ഓൾറെഡി 18 മീറ്റർ വരെ നമ്മൾ ഷട്ടർ ചെയ്തിട്ടുണ്ട്. 18 മീറ്റർ വരെ നമ്മൾ ഷട്ടർ ചെയ്തിട്ടുണ്ട്. ഓ അത് ശരി. അപ്പോൾ അതിനും കൂടുതലുണ്ടെങ്കിൽ നമുക്കത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് കൂടെ ചെയ്യണം. 18 മീറ്റർ എന്ന് പറഞ്ഞാൽ 60 അടിയാട്ടോ, 60 ഫീറ്റ് ആണ് വരുന്നത്. ഹൈറ്റിന്റെ കാര്യത്തിലേക്ക് ഹൈറ്റിലും നമുക്ക് ഈ പറയുന്ന പോലെ ലിമിറ്റ് ഇല്ല. 10 ഫീറ്റ് ആണെങ്കിലും 20 ഫീറ്റ് ആണെങ്കിലും 30 ഫീറ്റ് ആണെങ്കിലും 40 ഫീറ്റ് ആണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട്. ഈ മീറ്റർ ഈ മോട്ടറിന്റെ കപ്പാസിറ്റി ഇങ്ങനെ മാറിക്കിരിക്കും? തീർച്ചയായിട്ടും നമുക്ക് 2000 കിലോ കപ്പാസിറ്റി ഉള്ള മോട്ടേഴ്സ് വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസും ബ്രോഷേഴ്സും ഒക്കെ ആളുകൾക്ക് അയച്ചു കൊടുക്കും. തീർച്ചയായിട്ടും. മാത്രമല്ല ഇവരെ കോൺടാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നമ്പർ, ഇവരുടെ ഓഫീസിന്റെ ഡീറ്റെയിൽസ്, മറ്റു കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കാണാം. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഷട്ടർ ഓട്ടോമേഷൻ നോക്കുന്നുണ്ടെങ്കിൽ ചെമ്മണ്ണൂർ മെറ്റൽസ് നിങ്ങളുടെ ശ്രദ്ധയിലിരിക്കട്ടെ. സോ ആവശ്യക്കാർക്ക് നമ്പർ ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും നൽകുന്നുണ്ട്. ഇതുപോലെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.